മറ്റു വാർത്തയിലേക്ക് കൊച്ചിയിൽ നരേന്ദ്രമോദിയുടെ സുരക്ഷയ്ക്കായി കിട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തേവര സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. അപകടം ഇന്നലെ രാത്രി 10 മണിക്ക് കൊച്ചി പള്ളിമുക്കിലാണ് ഉണ്ടായത്. വിവരങ്ങളുമായി എ.ടി. അശ്വതി ചേരുന്നു. അശ്വതി, ഒരു വിധത്തിലുമുള്ള മുന്നറിയിപ്പുകളുമില്ലാതെയാണ് വടം അവിടെ കെട്ടിയിരുന്നത്. ഒരു ബൈക്ക് യാത്രികന് ജീവൻ പൊലിയേണ്ടി വരുന്നു. എങ്ങനെയായിരുന്നു ഈ സംഭവം ഇന്നലെ രാത്രി? അജിംഷാദ്, ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പള്ളിമുക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത്, അതായത് പള്ളിമുക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വടം കെട്ടിയിരുന്നത്. അവിടെ ഈ നമ്മുടെ പനമ്പള്ളി നഗർ ഭാഗത്ത് നിന്ന് സൗത്ത് പാലം കയറി വന്ന മനോജ് ഉണ്ണിയാണ് ഈ വടത്തിൽ കുരുങ്ങി മരണപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു വെളുത്ത വടമാണ് കെട്ടിയിരുന്നത്. മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, പോലീസ് കൈ കാണിച്ചിട്ടും ഈ ചെറുപ്പക്കാരൻ നിന്നില്ല എന്നതാണ് പോലീസ് പറയുന്ന വിശദീകരണം. എന്തായാലും ഈ മെഡിക്കൽ ട്രസ്റ്റ് ഭാഗത്തേക്ക്, അവിടെ നിന്നും MG റോഡിലേക്ക് വരുന്ന ഭാഗത്തേക്കുള്ള വഴിയാണ് ബ്ലോക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്നും തേവരയിലേക്ക് ഈ ആളുകളെ തിരിച്ചു വിടുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വടം കെട്ടിയിരുന്നത്. പക്ഷേ അവിടെ എത്തിയെങ്കിലും ഈ അതായത് ഈ മരണപ്പെട്ട 28 വയസ്സുകാരനായ മനോജ് ഉണ്ണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്നില്ല. അത് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ പ്രശ്നം ഉണ്ടാകുന്നത്, ഈ ഒരു മരണം സംഭവിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ മനോജ് ഉണ്ണിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. മോദി അടക്കമുള്ള VIP-കളുടെ, പ്രത്യേകിച്ച് ഇലക്ഷൻ കാലമായതിനാൽ. അത് മാത്രമല്ല, അത്തരത്തിൽ ഒരു VIP ക്രമീകരണത്തിനായി മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് വടം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നറിയിപ്പുകൾ നൽകേണ്ടതില്ലേ? പെട്ടെന്ന് പോലീസ് കൈ കാണിക്കുമ്പോൾ ഒരുപക്ഷെ നിർത്തണമെന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നറിയിപ്പ് വേണം. അത് മാത്രമല്ല, വടമല്ല അങ്ങനെ കെട്ടേണ്ടത്. ട്രാഫിക് റൂളുകൾ പ്രകാരം ബാരിക്കേഡുകളോ അത്തരത്തിൽ ഉള്ള ഒബ്സ്റ്റക്കിളുകളാണ് വെക്കേണ്ടത്. അതൊന്നുമല്ല പോലീസ് ചെയ്തിട്ടുള്ളത്. അശ്വതി, തീർച്ചയായിട്ടും ബാരിക്കേഡുകളാണ് യഥാർത്ഥത്തിൽ സ്ഥാപിക്കേണ്ടത്. പക്ഷേ അവിടെ ഒരു വെളുത്ത വടം മാത്രമാണ് കിട്ടിയിരുന്നത്. അത് മാത്രമല്ല, ഈ മരിച്ച ചെറുപ്പക്കാരൻ്റെ സഹോദരി പറയുന്നതനുസരിച്ച് അവിടെ കൃത്യമായ വെളിച്ചം, അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു വടം കുറുകെ കെട്ടിയത് കാണാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകിച്ച് ഒരു പാലം ഇറങ്ങി വരികയാണ്. നമുക്കറിയാം, ഈ സൗത്ത് പാലം, പനമ്പള്ളി നഗർ ഭാഗത്തു നിന്നുള്ള സൗത്ത് പാലം ഇറങ്ങി വരികയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ പാലം ഇറങ്ങി വരുന്ന സമയത്ത് ഈ വടം കാണാൻ സാധിച്ചില്ല എന്നതാണ് ഈ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. സ്വദേശിയുടെ സഹോദരിയാണോ, ബന്ധുവാണോ, ആരാണ് കരയുന്നത്? നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അത് ദൃശ്യങ്ങളിൽ കാണുന്നത് അമ്മയാണ്. ഈ ചെറുപ്പക്കാരൻ 28 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഇവിടെ കൊച്ചിൻ കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു, ശുചീകരണ തൊഴിലാളിയായിരുന്നു. അദ്ദേഹമാണ് മരിച്ചത്. മരണപ്പെട്ട ആളുടെ അമ്മയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ളത് സഹോദരിയാണ്, ബന്ധുക്കളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോൾ പോലീസ് നടപടികളും അതുപോലെ തന്നെ ആശുപത്രിയിലെ മറ്റ് നടപടിക്രമങ്ങളുണ്ട്. മൃതദേഹം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷമായിരിക്കും മൃതദേഹം വിട്ടുകിട്ടുക. അപ്പോൾ അതിൻ്റെ കാര്യം ഒക്കെ നടത്തുകയാണ്. എന്തായാലും ഇവരുടെ ബന്ധുക്കളും മറ്റ് ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അമ്മയാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല, ഇതിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില വിശദീകരണങ്ങൾ കൂടി നൽകുന്നത് എന്ന് പറയുന്നത്, ഈ ചെറുപ്പക്കാരൻ കൃത്യമായി വളരെ സ്പീഡിലായിരുന്നു, പോലീസിൻ്റെ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല, ഒപ്പം തന്നെ മദ്യപിച്ചിരുന്നു എന്ന് സംശയമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അതായത് ഏത് തരത്തിലുള്ള അന്വേഷണവും അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടും അതിനെ തുടർന്നായിരിക്കും ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ധനസഹായം അല്ലെങ്കിൽ മറ്റ് കോടതിയിലേക്ക് ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പിന്നീടായിരിക്കും കോടതികളൊക്കെ സ്വമേധയാ ഇടപെടണം. കാരണം ഈ കൊടിതോരണങ്ങൾ പോലും റോഡ് സൈഡിൽ കെട്ടുന്നതിൽ വളരെ രോഷാകുലമാകുന്ന ന്യായാധിപന്മാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഒരു യുവാവിൻ്റെ ജീവൻ
ഒരു നാടിൻ്റെ റോഡിൽ പൊലിയുകയാണ്. അതും VIP-കൾക്ക്, പ്രധാനമന്ത്രിക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി യാത്രക്കാരനായ ഒരു യുവാവിന്, ഒരു പൗരന് ജീവൻ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ നഷ്ടപരിഹാര തുകകളൊക്കെ നൽകാൻ അധികൃതർ തയ്യാറാകേണ്ട സാഹചര്യം കൂടിയുണ്ട് അശ്വതി. കാരണം കൊച്ചിയിലും മറ്റ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു സംഭവം അത് ഒരു പക്ഷേ എല്ലാവരും ഇടപെടേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും മറ്റ് ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇവർക്ക് പിന്തുണയുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്ഷമിക്കണം, ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാമോ? അല്ല, അവിടെ ഉണ്ട്, ചിപ്പി അവിടെ ഉണ്ട്. ഇയാളാരാ? ഞാൻ ഫ്രണ്ടാണ്, ചിപ്പിയുടെ ഫ്രണ്ട്, സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ്. ആ ശരി ശരി, ഓക്കെ. നമുക്ക് ഈ മരിച്ച സഹോദരിയുടെ അടുത്തേക്ക് പോകാം. ചിപ്പി എന്ന പേരുള്ള സഹോദരിയാണ് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അവരുടെ വെർഷൻ, പോലീസ് പറയുന്ന വെർഷൻ അപ്പുറത്തേക്ക് അവരുടെ വെർഷൻ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ശ്രുതി? തീർച്ചയായും അജിംഷാദ്, അത് ഇവിടെ നിന്നും ഇത് അത്യാഹിത വിഭാഗമാണ്. ഇതിന് തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിലാണ് ഈ സഹോദരി ഉള്ളത്. സഹോദരിയുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഒരു വിശദീകരണം ഉണ്ടാക്കേണ്ടത്. അമ്മയുടെ ഭാഗത്തു നിന്ന്, തകർന്നിരിക്കുന്ന മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ബൈറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത് കുറച്ചൊരു അരോചകവും അനുചിതവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സഹോദരിയുടെ ഭാഗത്തു നിന്ന് അവർ സംസാരിക്കാനായിട്ട് തയ്യാറുമാണ്. അപ്പം നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നു അജിംഷാദ്. അത് അല്പസമയത്തിനുള്ളിൽ അത് അവരുടെ ഒരു പ്രതികരണം തീർച്ചയായും അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തും. ഈ ബുള്ളറ്റിനിൽ തന്നെ തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് അതിലേക്ക് പോകാം. ഇനി മറ്റൊരു വിഷയം കൂടി അശ്വതി ഒന്ന് നൽകിയാൽ കൊള്ളാമായിരുന്നു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED ഇന്ന് ചോദ്യം ചെയ്യണം. കാരണം കോടതിയിലേറ്റ തിരിച്ചടിയെ തുടർന്നാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. കർത്ത ചോദ്യം